ഹലോ ഗൈസ്, അപ്പോൾ ഒരു മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഫേസിൽ ഞാൻ ഒരു പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പ്രൈമർ ഇടുമ്പോൾ കുറച്ചും കൂടി ഗ്ലോ ആയിട്ടിരിക്കുന്ന സിറത്തിൻ്റെ ഒരു പ്രൈമറായി ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കളർ കറക്റ്റർ യൂസ് ചെയ്യുമ്പോൾ ഓറഞ്ച് മാക്സിമം ഒഴിവാക്കി ഒരു പീച്ച് ഷെയ്ഡ് കൊണ്ടുവരാൻ നോക്കട്ടെ. ഒരു ഈവൻ ടോൺ ആണെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് മാർക്ക് മറക്കാൻ വേണ്ടി കൺസീലർ ഇടണം. കൺസീലർ എവിടെയാണോ ബ്ലാക്ക് മാർക്ക് ഉള്ളത് അവിടെ എല്ലാം കൺസീൽ ചെയ്തിട്ട് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് പാലറ്റിൽ ആദ്യം മിക്സ് ചെയ്യണം. പാലറ്റിലോ കയ്യിലോ മിക്സ് ആക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ ആ ഈവൻ ടോണും സ്കിന്നിൽ കുറച്ചും കൂടി ഇത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് കോണ്ടോർ ചെയ്യുമ്പോൾ ലൈനായിട്ട് ഫോർഹെഡിൻ്റെ അവിടെയും ചീക്ക് ബോണിൻ്റെ സൈഡിലും പിന്നെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അവിടെയും പിന്നെ മൂക്കിൻ്റെ രണ്ട് ഭാഗത്തും ഇടണം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് അത് ഇന്നറിലോട്ടല്ല ഒരിക്കലും ബ്ലെൻഡ് ആക്കേണ്ടത്, കോണ്ടോർ ഔട്ടർ പോർഷനിലോട്ടാണ് ബ്ലെൻഡ് ആക്കേണ്ടത്. അപ്പോഴേ ആ ഷേപ്പ് കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ ഫേസിൽ കുറച്ച് തടിയുള്ള കാരണം എനിക്ക് ഔട്ടറിലോട്ടായിരിക്കും കുറച്ചും കൂടി ബ്ലെൻഡ് ആക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടി കൺസീലർ ഒന്നുകൂടി അപ്ലൈ ചെയ്യണം. ഫോർഹെഡിലും കണ്ണിൻ്റെ താഴെയും ചിന്നിലും പിന്നെ ചുണ്ടിൻ്റെ മേളിലും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇടണം കേട്ടോ. റെഡ് ഷെയ്ഡാണ്, രണ്ടും റെഡാണ്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കി ഇടുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇടുന്നത്. എൻ്റെ പൊന്നൊന്നും പറയുന്നില്ല, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതൊന്നും മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡ് ഇട്ട് പുറത്തിറങ്ങാം. എന്ന് വെച്ചാൽ ഉറക്കപ്പിച്ചില്ല, അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇടുന്നതാണ് ഒരു ഐ ഷാഡോ ഇടുന്നുണ്ട്, ഒരു ബ്രൗൺ കളർത്തെ ഐ ഷാഡോ ഇടുന്നുണ്ട്. പിന്നെ ഒരു കാജൽ ഇടുന്നുണ്ട്. കാജൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ലൈനർ വെച്ച് വിങ്സ് വരച്ച് കൊടുക്കാം. അത് ഇഷ്ടമുള്ള പോലെ നമുക്ക് വരച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വോളിമൈസർ മസ്കാര കേട്ടോ, അടിപൊളിയാണ്. കൺപീൽ നമ്മുടെ വിടർന്നിരിക്കും. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ രീതിയിലാണ് ഞാൻ ഐബ്രോ സെറ്റാക്കുന്നത്. എനിക്ക് അധികം ഐബ്രോ സെറ്റാക്കാൻ അറിയില്ല. പിന്നെ ബാക്കിയുള്ള സ്പ്രെഡായതെല്ലാം ഞാൻ മായ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള മേക്കപ്പ്. പിന്നെ ഒരു മൂക്കുത്തി, ചെറിയൊരു മൂക്കുത്തി ഇടുന്നുണ്ട് സിൽവർ. പിന്നെ ഒരു ഹാൻഡ് ചെയിൻ ഇടുന്നുണ്ട്, ഒരു ബാങ്കിൾ. പിന്നെ ഒരു ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു ജിംകി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞി പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.